അതാ കണ്ണൻ ഒരു ഉരലിന്മേൽ കയറിയിരുന്ന് വെണ്ണ തിന്നുകയാണ്. ഇടയ്ക്കിടെ കുറച്ച് വെണ്ണയെടുത്ത് കുരങ്ങന്മാർക്കും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ദേഷ്യം വന്ന് യശോദാമ്മ ഒരു ചൂരലും എടുത്ത് കണ്ണനെ അടിക്കാനായി കണ്ണൻ്റെ അടുത്തേക്ക് പോയി. ചൂരലുമായി വരുന്ന അമ്മയെ കണ്ടതും കണ്ണൻ ചാടി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. പിന്നാലെ യശോദാമ്മയും ഓടി. കുറച്ചു ദൂരം ഓടിയപ്പോൾ കണ്ണൻ അമ്മയുടെ പിടിയിലായി. അമ്മയുടെ കയ്യിൽ നിന്നും ഇപ്പോൾ അടി കിട്ടുമെന്ന് മനസ്സിലാക്കിയ കണ്ണൻ അച്ഛനെ വിളിച്ച് കരയാൻ തുടങ്ങി. ഇത് കേട്ട യശോദാമ്മ വിചാരിച്ചു, കണ്ണൻ ചെറിയ കുട്ടിയല്ലേ, തല്ലേണ്ട, ഒന്ന് പേടിപ്പിച്ച് വിടാം. കുറച്ചു നേരം കണ്ണനെ പിടിച്ച് കെട്ടിയിടാം. എന്നിട്ട് യശോദാമ്മ കണ്ണനെ അടുത്തുള്ള ഉരലിനോട് ചേർത്ത് ഒരു കയറ് കൊണ്ട് കെട്ടാൻ നോക്കി. കയറിന് നീളക്കുറവുള്ളത് കൊണ്ട് മറ്റൊന്നെടുത്ത് ഏച്ചു കെട്ടി. അതും കെട്ടാൻ തികയുന്നില്ല. വീണ്ടും മറ്റൊരു കയറ് കൂടി എടുത്ത് ഏച്ചു കെട്ടി. അതിനും നീളം മതിയാകുന്നില്ല. അങ്ങനെ വീണ്ടും വീണ്ടും കെട്ടി നോക്കി. പക്ഷേ നീളം തികയുന്നേയില്ല. ആ വീട്ടിലുണ്ടായിരുന്ന കയറ് മുഴുവൻ തീർന്നു. എന്നിട്ടും കണ്ണനെ കെട്ടാനുള്ള അത്രയും നീളം കിട്ടുന്നേയില്ല. എന്നിട്ടോ അടുത്ത വീട്ടിൽ നിന്നും കയറ് കൊണ്ടുവന്ന് കെട്ടി. അതും മതിയാവുന്നില്ല. ചുറ്റുമുള്ളവരെല്ലാം ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ യശോദാമ്മയാണെങ്കിലോ ആകെ ക്ഷീണിച്ച് പരവശയായി നിൽക്കുകയാണ്. അമ്മയുടെ ദീനത കണ്ടപ്പോൾ കൃഷ്ണന് അലിവ് തോന്നി. അതിനാൽ കൃഷ്ണൻ ഉരലിനോട് കെട്ടാൻ നിന്നുകൊടുത്തു. കണ്ണനെ യശോദാമ്മ ഉരലോട് ചേർത്ത് കെട്ടി. നമ്മുടെ കണ്ണൻ പിന്നെ എന്ത് ചെയ്തെന്നോ, ആ ഉരലും വലിച്ച് അങ്ങ് നടക്കാൻ തുടങ്ങി.